നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വൈകുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തിരിക്കുകയാണ് ഇന്ന് ഹൈക്കോടതി. എന്തുകൊണ്ടാണ് CBIക്ക് രേഖകൾ കൈമാറാൻ കാലതാമസം എടുത്തതെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. ഉടൻ തന്നെ CBI അന്വേഷണത്തിന് വിജ്ഞാപനം ഇറക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള ഹൈക്കോടതി. അതേപോലെ തന്നെ ഇന്ന് ഈ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ, ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് LDFും UDFും. DYFI ഇതിനെതിരെ പ്രതിഷേധ മാർച്ചും നടത്തുകയുണ്ടായി. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. വിവാദമായ കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസും CPMും. ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് DYFI മാർച്ച്. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധമെന്ന് BJP. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നത് നീതി നിഷേധമെന്ന് ഹൈക്കോടതി. ഉടൻ വിജ്ഞാപനമിറക്കാൻ ഉത്തരവ്. CBIക്ക് രേഖകൾ നൽകാൻ കാലതാമസം എടുത്തത് എന്തിനെന്ന് ചോദ്യം. ആശ്വാസത്തോടെ സിദ്ധാർത്ഥന്റെ കുടുംബം. നമ്മുടെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ മൈക്ക് വീണ്ടും പണിമുടക്കി. കോട്ടയം തലയോലപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് യോഗത്തിനിടെ മൈക്ക് ഒടിഞ്ഞു വീണു. പ്രസംഗം തുടർന്നപ്പോൾ ഷോർട്ട് സർക്യൂട്ട്. എല്ലാം തടസ്സങ്ങളാണല്ലോ എന്ന് മുഖ്യമന്ത്രി. ശരിയായ ശരി ശരി ഓക്കെ 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 ഓക്കെ. തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്ക് അപരന്മാർ പെരുകുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെതിരെ 2 അപരന്മാർ. പരാജയ ഭീതിയിലുള്ള LDF നീക്കമെന്ന് ഫ്രാൻസിസ് ജോർജ്. വടകരയിൽ ഷാഫിക്കും ശൈലജയ്ക്കും അപരശല്യം. തിരുവനന്തപുരത്ത് CSI ബിഷപ്പിന്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ BJP എന്ന് UDF. അഞ്ച് നീതി ഗ്യാരണ്ടിയുമായി കോൺഗ്രസ് പ്രകടന പത്രിക. രാഹുലിന്റെ യാത്രയിലെ വാഗ്ദാനങ്ങൾ പത്രികയിൽ. ഭരണഘടനാ സംരക്ഷണത്തിനും ന്യൂനപക്ഷങ്ങൾക്കും പ്രത്യേക പരിഗണന. തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്ന് കാണാതായ പഞ്ചായത്ത് അംഗം വസന്ത തിരിച്ചെത്തി. UDF അംഗങ്ങൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടെന്ന് വസന്ത. അംഗത്തെ കാണാതായത് ഇന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ. ഹാജരാകാൻ സാവകാശം ചോദിച്ചെങ്കിലും ED നൽകിയില്ല. CPMന് രഹസ്യ അക്കൗണ്ടുകൾ ഇല്ലെന്ന് വർഗീസ്. അരുണാചൽ പ്രദേശിൽ മലയാളികളുടെ മരണത്തിൽ അന്വേഷണത്തിനായി പ്രത്യേക സംഘം. തിരുവനന്തപുരം കന്റോൺമെന്റ് ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം. അരുണാചലിലേക്ക് പോകുന്നതിന് തൊട്ടു മുൻപ് വരെയുള്ള ചാറ്റുകൾ വീണ്ടെടുക്കാൻ ശ്രമം. മൂന്നാറിൽ വീണ്ടും പടയപ്പ. മാട്ടുപ്പെട്ടി എസ്റ്റേറ്റിൽ ഭീതി പരത്തി. 2 വഴിയോരക്കടകൾ ആക്രമിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഒരു പുതിയ വിവാദം കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ നേരത്തെ വിവാദമുണ്ടാക്കിയ ദ കേരള സ്റ്റോറി സിനിമയെക്കുറിച്ചാണ്. ദൂരദർശനിൽ ഇന്ന് കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാൻ ഇരിക്കുകയാണ്. ഇതിനിടെയാണ് പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ട് UDFും LDFും ഒരേപോലെ രംഗത്തെത്തിയിരിക്കുന്നത്. സിനിമ കേരളത്തെ അപഹസിക്കുന്നതും മതസ്പർദ്ധ വളർത്തുന്നതുമാണെന്നാണ് LDFും UDFും പറയുന്നത്. വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി. തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് DYFI മാർച്ചും നടത്തി. എന്നാൽ സിനിമ പ്രദർശിപ്പിക്കുന്നതിനെ അനുകൂലിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ രംഗത്തെത്തി. സിനിമ ഇരു മുന്നണികൾക്കും എതിരെയുള്ള ഒരു താക്കീതാണെന്നാണ് K സുരേന്ദ്രന്റെ വിമർശനം. അതുമാത്രമല്ല, ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള LDFന്റെയും UDFന്റെയും തന്ത്രമാണ് ഇന്നത്തെ പ്രതിഷേധമെന്നും K സുരേന്ദ്രൻ വിമർശിച്ചു. വിശദമായ റിപ്പോർട്ട് VV അരുൺ നൽകും. കേരള രാഷ്ട്രീയവും പൊതുസമൂഹവും ഏറെ ചർച്ച ചെയ്ത കേരള സ്റ്റോറി വീണ്ടും
സംസ്ഥാനത്തെ രാഷ്ട്രീയ ചർച്ചകൾ നിറയുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ദൂരദർശൻ ഇത് സംപ്രേഷണം ചെയ്യാൻ തീരുമാനിച്ചതാണ് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. ദൂരദർശൻ തീരുമാനത്തിൽ പിന്മാറണമെന്നാണ് സംസ്ഥാനത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ആവശ്യപ്പെടുന്നത്. സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കുന്ന ഈ ഒരു ചിത്രം എങ്ങനെയാണ് ദൂരദർശൻ പോലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം പ്രദർശിപ്പിക്കുന്നത്? ഇത് തീർത്തും തെറ്റായ കീഴ്വഴക്കമെന്ന വിമർശനമാണ് സംസ്ഥാനത്ത് പൊതുവിൽ ഉയർന്നത്. സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നു കഴിഞ്ഞു. സിപിഎം ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കടുത്ത വിമർശനമാണ് കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള ദൂരദർശന തീരുമാനത്തിനെതിരെ ഉയർത്തുന്നത്. ശരിയായി പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധതയും കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും കുത്തിനിറച്ച ഒരു സിനിമ തെരഞ്ഞെടുപ്പിന്റെ ഈ സന്ദർഭത്തിൽ ദൂരദർശൻ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുക. ഇത് സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിന് യോജിച്ച ഒന്നല്ല. ബോധപൂർവം ഇന്ത്യയിലുടനീളം മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേരള വിരുദ്ധതയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയും പ്രചരിപ്പിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് അവർ ഉപയോഗിക്കുകയാണ് BJP എന്നുള്ളതാണ് സത്യം. UDFും പ്രതിപക്ഷ നേതാവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിച്ചു കഴിഞ്ഞു. ദൂരദർശൻ തീരുമാനത്തിൽ പിന്മാറണമെന്ന് അവരും ആവശ്യപ്പെടുന്നു. BJP അജണ്ട, സംഘപരിവാർ അജണ്ട പ്രചരിപ്പിക്കാൻ ദൂരദർശനെ മാർഗമാക്കരുത്, ആയുധമാക്കരുതെന്ന ആവശ്യമാണ് കോൺഗ്രസ് UDF നേതൃത്വങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയും ജനങ്ങളിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സിനിമ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു സിനിമയാണ്. കേരളത്തിൽ ഇതാണ് നടക്കുന്നത്. കേരളം ഇതാണ് എന്ന് ലോകത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. ആ സിനിമ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംഘപരിവാർ സർക്കാർ ഏത് നിലയിലേക്ക് പോകും എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. എന്നാൽ ദൂരദർശൻ തീരുമാനത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് BJP നേതൃത്വം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന, അതിനുവേണ്ടി സംസാരിക്കുന്ന കേരളത്തിലെ ഭരണപ്രതിപക്ഷങ്ങൾ എന്തിന് ഇതിനെ എതിർക്കുന്നുവെന്ന ചോദ്യമാണ് കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനും വയനാട്ടിലെ സ്ഥാനാർത്ഥിയുമായ സുരേന്ദ്രൻ ചോദിക്കുന്നത്. ഇതിപ്പോ സെൻസർ ബോർഡ് ക്ലിയർ ചെയ്ത ഒരു സിനിമ, രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു സിനിമ, ആ സിനിമയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സർവ്വശക്തിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുന്നു. ഒരു വശത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുകയും മറുവശത്ത് ഒരു ചലച്ചിത്രാവിഷ്കാരത്തെ പോലും മതപരമായ ധ്രുവീകരണത്തിന് ഉപയോഗിക്കുകയുമാണ് UDFും LDFും ചെയ്യുന്നത്. തികഞ്ഞ പാപ്പരത്വമാണ് ഇത് കാണിക്കുന്നത്. ജനങ്ങളെ ഭയപ്പെട്ട് അവർക്ക് അവരുടെ രാഷ്ട്രീയ നയങ്ങളും വികസന നയങ്ങളും ചർച്ച ചെയ്താൽ അത് തിരിച്ചടിയാവുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ബാലിശമായിട്ടുള്ള വാദങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും രംഗത്ത് വരുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൌരത്വ നിയമ ഭേദ വിഷയത്തിന് അപ്പുറത്തേക്ക് വീണ്ടും ഒരു വിഷയം കൂടി തെരഞ്ഞെടുപ്പിന്റെ സജീവ ചർച്ചയിലേക്ക് വരികയാണ്. ന്യൂനപക്ഷങ്ങളെ തെറ്റായി ചിത്രീകരിക്കുന്ന, കേരളത്തെ തന്നെ തെറ്റായി ചിത്രീകരിക്കുന്ന ഒരു ഡോക്യുമെന്ററി, ഒരു ചിത്രം എങ്ങനെ പ്രദർശിപ്പിക്കുന്നു എന്ന ചോദ്യമാണ്. അത് കേരളത്തെ അവമാനിക്കാനാണ്, കേരളത്തിലെ മതസൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാനാണെന്ന വാദമാണ് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾ ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഒരു പുതിയ വിഷയം കൂടി വന്നിരിക്കുകയാണ്. കേരള സ്റ്റോറി ദൂരദർശനിൽ ഈ സമയത്ത് പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് CPMും കോൺഗ്രസും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തോട് തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രതികരിക്കാൻ തയ്യാറായില്ല. ഈ കേരള സ്റ്റോറി ചിത്രം ദൂരദർശൻ പ്രദർശിപ്പിക്കുന്ന വലിയ വിവാദമുണ്ട്. അതിൽ പ്രതികരണം കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ശശി തരൂർ രംഗത്തെത്തി. വിദ്വേഷം പ്രചരിപ്പിക്കുകയാണ് ലക്ഷ്യം. ദൂരദർശനെ ഇതിനായി ഉപയോഗിക്കരുതായിരുന്നു. യഥാർത്ഥ കേരളം ഇതല്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും തരൂർ ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. കേരള സ്റ്റോറി വലിയ ചർച്ചാ വിഷയമായി മാറുകയാണ്. ഇപ്പോൾ വീണ്ടും ദൂരദർശൻ പ്രദർശിപ്പിക്കുന്നത് എങ്ങനെയാണ്? മഹാമോശമായി മാറി വന്നു. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, സിനിമ റിലീസായ സമയത്ത് തന്നെ നമസ്കാരം എല്ലാവരും പറഞ്ഞു ഇത് ശരിയല്ല, ഇതെല്ലാം യാഥാർത്ഥ്യമായ കേരള സ്റ്റോറി, ഇത് വെറും വിദ്വേഷവും വർഗീയതയും ഒരു കഥയാണ്. നമ്മുടെ മതസൗഹാർദ്ദത്തിന്റെ ഒരു സംസ്ഥാനമാണ്, അതല്ലേ കേരള സ്റ്റോറി ശരിക്കും പറയേണ്ടത്. അവരെ ഇത് തന്നെ ഞങ്ങൾക്ക് ചാനലുണ്ട്. പക്ഷെ എന്തായാലും ഈ ദൂരദർശന്റെ ഒരു സർക്കാർ സ്ഥാപനമാണ്. അവര് ഓട്ടോണമി കൊടുത്തതാണ്, അതാണ് പ്രസാർ ഭാരതിയൊക്കെ തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു ഓട്ടോണമി ഇല്ലാതെ സർക്കാർ പറഞ്ഞ പോലെ തന്നെ കാട്ടുന്ന അവര് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി ഒരു സിനിമ ഇറക്കുന്നത് മഹാമോശമായി പോയി. അതിന് നിറയെ നുണയാണ്.
എത്ര ആൾക്ക് ഈ കേരളം എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന കേരളത്തെ ഒരു മിനി പാകിസ്ഥാനാക്കി കാണിച്ചു കൂട്ടുന്നത് അർത്ഥമില്ലാത്തൊരു പരിപാടി. എന്തായാലും എന്റെ അഭിപ്രായത്തിൽ ഇത് കാണിക്കായിരുന്നില്ല. പക്ഷെ കാണിച്ചതിന്റെ കാരണം അവർക്ക് വലിയൊരു കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നില്ല. അവരുടെ വർഗീയത വിശ്വസിക്കുന്നവർ തന്നെ ഇതും വീണ്ടും വിശ്വാസിക്കും. ഓക്കെ, അദ്ദേഹം തിരക്കിലാണ്. സ്വീകരണത്തിന് പ്രവർത്തകർ തിരക്കൂട്ടുന്നു. ഏതായാലും ശശി തരൂരിന്റെ വാഹന പര്യടന ജാഥ തുടരുകയാണ്. കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങളിൽ കടുത്ത വിമർശനമാണ് അദ്ദേഹം BJPക്കെതിരെ ഉയർത്തുന്നത്. അദ്ദേഹം തന്റെ നിലപാട് ഉറച്ചുനിൽക്കുന്നു. ഇവിടെ മത്സരം UDFും BJPയും തമ്മിലാണ്. BJPയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. ക്യാമറമാൻ ഹരിക്കൊപ്പം VV അരുൺ, ന്യൂസ് 18. ദൂരദർശനിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിനെതിരെ തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിന് മുന്നിൽ DYFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയായിരുന്നു DYFI കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക്. കേരള സ്റ്റോറിയുടെ പ്രദർശനം ഉണ്ടാവരുത് എന്നാണ് DYFIയുടെ ആവശ്യം. ഇന്നാണ് ദൂരദർശനിൽ കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ LDFും UDFും ഒരേപോലെ രംഗത്തെത്തിയിരിക്കുന്നത്. കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെയാണ് DYFI തിരുവനന്തപുരം കുടപ്പനക്കുന്നിലെ ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. 20 മണ്ഡലങ്ങളിലായി 290 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം 8-ാം തീയതിയാണ്. പുതിയ വിവാദം കൂടി വരികയാണ്. അപര സ്ഥാനാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുകയാണ് ഇത്തവണ. ഏതാണ്ട് എല്ലാ മണ്ഡലങ്ങളിലും അപര സ്ഥാനാർത്ഥികൾ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കോട്ടയത്താണ്. കോട്ടയത്ത് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ 2 അപരന്മാരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിനെപ്പറ്റി വൻ വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത്. അതിൽ ഒരാൾ CPMന്റെ പ്രവർത്തകനും മറ്റൊരാൾ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രവർത്തകനുമാണ്. ഈ 2 അപരന്മാരെയും പരാജയ ഭീതി കാരണമാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നതെന്നാണ് ഫ്രാൻസിസ് ജോർജ് പറയുന്നത്. ഫ്രാൻസിസ് ജോർജിന്റെ പ്രതികരണത്തിലേക്ക്. തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായിരിക്കുന്നു. അതിനിടെയാണ് ഇതാ കോട്ടയത്ത് 2 അപരന്മാർ ഫ്രാൻസിസ് ജോർജിന് എതിരെ വന്നിരിക്കുന്നു എന്ന ഒരു കൃത്യമായ വിവരം വരുന്നത്. എന്നോടൊപ്പമുണ്ട് ഫ്രാൻസിസ് ജോർജ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനം തുടരുകയാണ്. 2 അപരന്മാരാണ് വന്നിരിക്കുന്നത്. ഒരാൾ CPMന്റെ പ്രാദേശിക ലോക്കൽ കമ്മിറ്റി അംഗമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? മറ്റേയാൾ കേരള കോൺഗ്രസ് എമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ അറിയുന്ന ആളാണ്. അറിയുന്ന ആൾ തന്നെയാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, അത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് LDFന്റെ തികഞ്ഞ പരാജയ ഭീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ വരുന്നത്. അതിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതൊന്നും ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നത് പോലെ ചിട്ടയായി മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല, വോട്ടിൽ ഒരു കാരണവശാലും ബാധിക്കില്ല. ഇത് അവർക്കിത് പ്രതികൂലമായിട്ട് മാത്രമേ വരികയുള്ളൂ. കാരണം ഇതുപോലെ ഒരു ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുമ്പോൾ അതിൽ പരസ്പരം ആരോഗ്യകരമായിട്ടുള്ള മത്സരമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലുള്ള എന്താ പറയുക, അങ്ങനെയുള്ള ആ ഒരു മത്സരത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു നടപടി ഇതിപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുകയാണല്ലോ. അത് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല. ജനങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കും. സാധാരണഗതിയിൽ ഈ നേതാക്കളൊന്നും വരാറില്ല അങ്ങനെ ഇങ്ങനെ അപരന്മാരായിട്ട്. പലയിടത്തും അപരന്മാർ വരാറുണ്ട് തെരഞ്ഞെടുപ്പിൽ. ഇതിപ്പോ നേതാക്കൾ വരുന്നു എന്നുള്ളതാണ്. വേറെ സാധാരണ ജനങ്ങൾ നിന്നുകൊടുത്തിട്ടുണ്ടാവില്ല. അവരാരും ഇതിന് തയ്യാറായിട്ടുണ്ടാവില്ല. പലരെയും അവർ സമീപിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പക്ഷെ അവര് ഒന്നും അതിന് തയ്യാറായിട്ടുണ്ടാവില്ല. കാരണം ഒരു സാമാന്യമായി ഒരു നല്ല രീതിയിൽ ഒരു സ്വതന്ത്രവും നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന ആരും ഇങ്ങനെ ഒരു പ്രവൃത്തിക്ക് പോവില്ല. അപ്പോൾ അവരുടെ പാർട്ടിക്കാരെ തന്നെ നിർബന്ധിച്ച് നിർത്തിയതാണ്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. CPMനും കേരള കോൺഗ്രസ് എമ്മിനും ഈ കാര്യത്തിൽ മനസ്സറിവില്ല എങ്കിൽ ഉടൻ തന്നെ ഈ 2 പേർക്കെതിരെയും നടപടിയെടുക്കണം.
കാരണം അവർ സ്വതന്ത്രമായി നോമിനേഷൻ കൊടുത്തതാണെങ്കിൽ അവർ മത്സരിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കൂടിയാണല്ലോ. അപ്പോൾ സ്വന്തം പാർട്ടിക്കാര് തങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ, സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ സാധാരണ ഇതിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ത് ചെയ്യും? രണ്ടുപേർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും. അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇവരുടെ മനസ്സറിവോടുകൂടിയാണ് ഈ നാടകം അരങ്ങേറുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജനങ്ങളോട് ഇത് പറയൂലേ? തീർച്ചയായിട്ടും പറയും. ഞങ്ങളിത് ഞങ്ങളായിട്ടുണ്ടാക്കിയ ഒരു കാര്യമല്ലല്ലോ, അവർ തന്നെ ചെയ്തൊരു കാര്യം. അല്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ പറയട്ടെ. അപ്പൊ സ്വാഭാവികമായി ഞങ്ങൾക്കിത് ജനങ്ങളുടെ മുൻപാകെ വിശദീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറയണ്ടേ. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനെതിരെ 2 അപരന്മാരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുള്ളത്. ഇവർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ എന്നാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. ഇതിൽ ഒരാൾ CPMന്റെ പ്രാദേശിക നേതാവും മറ്റൊരാൾ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രാദേശിക നേതാവുമാണ്. വടകരയിൽ KK ശൈലജയ്ക്ക് 3 അപരന്മാരുണ്ട്. ഷാഫി പറമ്പലിനും 3 അപരന്മാരാണ് ഉള്ളത്. കോഴിക്കോട് LDF UDF സ്ഥാനാർത്ഥികൾക്കും 3 വീതം അപരന്മാർ ഉണ്ട്. എളമരം കരീബിന് വേണ്ടി ബൂത്ത് ലെവൽ ഓഫീസർ പ്രചാരണത്തിന് ഇറങ്ങിയതായി UDF പരാതി നൽകിയിട്ടുണ്ട്. അത് ഇലക്ഷനിൽ ഒരുപാട് ആളുകൾ മത്സരിക്കും. ഒരേ പേരുള്ള ആളുകളുടെ പേരൊക്കെ കാണാം. അത് കരുതിക്കൂട്ടി കൊടുത്തതായാലും തനിയെ വന്നതായാലും അതൊരു വിഷയമേ അല്ല. ഞാൻ KK ശൈലജ ടീച്ചറാണ്. എൻ്റെ ചിഹ്നം ചുറ്റിക അരിവാൾ നക്ഷത്രമാണ്. അത് മനസ്സിലാക്കാനുള്ള എല്ലാ ധാരണയും ഈ നാട്ടുകാർക്കുണ്ട്. അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമേ അല്ല, ഒരാശങ്കയില്ല. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, കോഴിക്കോട് വടകര മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നടക്കുന്നതാണ്. അവിടെ ഈ അപരന്മാർ പ്രശ്നമുണ്ടാക്കുമെന്നാണോ ഇപ്പോൾ സ്ഥാനാർത്ഥികൾ കരുതുന്നത്? പക്ഷേ ശൈലജ ടീച്ചർ പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല എന്നാണ്. കോട്ടയത്തതിന് വിഭിന്നമാണ് കാര്യങ്ങൾ. കാരണം ഈ സ്വതന്ത്ര ചിഹ്നമാണ് ഫ്രാൻസ് ജോർജിന് ലഭിക്കുക. ഇതുവരെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പുറത്തേക്ക് പ്രചരിപ്പിക്കാൻ കഴിയാത്ത പോലും സാഹചര്യമുണ്ട്. പക്ഷേ കോഴിക്കോട്ടും വടകരയിലുമൊക്കെ പാർട്ടി ചിഹ്നത്തിലാണ് 2 മുന്നണിയുടെയും സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. കോഴിക്കോട് മണ്ഡലത്തിൽ MK രാഘവനും ഒപ്പം എളമരം കരീമിനുമൊക്കെ അപരന്മാരുണ്ട്. അവർ P രാഘവൻ എന്ന പേരിലും NT രാഘവൻ എന്ന പേരിലും അബ്ദുൽ കരീം എന്നീ 2-3 പേരുകളിലുമൊക്കെയാണ് മത്സരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും. ഈ വടകരയിൽ ഷാഫി പറമ്പിലിൻ്റെ ഷാഫി TPയും ഒപ്പം ഷാഫി എന്ന മാത്രം പേരിലും ഒരു ആൾ മത്സരിക്കുന്നുണ്ട്. ശൈലജ ടീച്ചർക്ക് KK ശൈലജ, PK ശൈലജ എന്നീ പേരുകൾ അടക്കമുള്ളവയാണ് മത്സരിക്കുന്നത്. എന്തായാലും ഇവിടങ്ങളിൽ പ്രചാരണം ഒരു നിർണായക ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇവരുടെ ചിഹ്നങ്ങൾ 2 സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ഒരാൾ കൈപ്പത്ത് ചിഹ്നത്തിലും മറ്റൊരാൾ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലുമാണ് മത്സരിക്കുന്നതെന്നും വോട്ടർമാരോട് പറഞ്ഞ് വ്യക്തമാക്കാനുള്ള ആവശ്യത്തിന് സമയം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 2 സ്ഥാനാർത്ഥികളും ഈ അപരന്മാരുടെ വിഷയം ഒരു വലിയ പ്രശ്നമായി മാറുമെന്ന് കരുതുന്നില്ല ഈ ഘട്ടത്തിൽ. പക്ഷേ പാർട്ടികളുടെ ഒരു തന്ത്രമാണ് 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്കെതിരെ 2 മണ്ഡലത്തിലും ഇത്തരം അപരന്മാർ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാൻ കഴിയാത്ത ഒരു സാഹചര്യം മുന്നണികൾക്ക് മുമ്പിൽ ഉണ്ട് താനും. പക്ഷേ അതൊക്കെ വകവയ്ക്കാതെ എന്തായാലും മുന്നോട്ട് തന്നെ പോകാനാണ് തീരുമാനം. ഇപ്പോൾ സൂക്ഷ്മ പരിശോധന അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. പ്രധാന മുന്നണി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയൊന്നും ഇതിനകം തള്ളിക്കളഞ്ഞിട്ടില്ല. മറ്റു സ്വതന്ത്രന്മാരുടെ അടക്കമുള്ള പത്രികകളിൽ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. അതുകൊണ്ട് ഈ സൂക്ഷ്മ പരിശോധന കഴിയുമ്പോൾ നമ്മൾക്കറിയാം ഇത്തരത്തിൽ കൊടുത്ത അപരന്മാർ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് അല്ലെങ്കിൽ നാമനിർദ്ദേശ പത്രിക ഫയൽ ചെയ്തതിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ അവ തള്ളിപ്പോവും. അങ്ങനെയെങ്കിൽ ആ സ്ഥാനാർത്ഥികളുടെ കുറവ് വരും. പിന്നീട് പത്രിക പിൻവലിക്കുന്നതിനുള്ള ദിവസങ്ങൾ ഇനി 2-3 ദിവസം കൂടി മുന്നോട്ട് വരുന്നുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ, അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വാധീനം കൊണ്ടല്ലാതെ പത്രിക സമർപ്പിച്ചിരിക്കുന്ന ഒരേ പേരുകാരുണ്ടെങ്കിൽ അവരെ കണ്ട് സ്വാധീനിച്ചും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറുകൾ മുന്നോട്ട് വെച്ചുമൊക്കെ അവരെ പിന്മാറാനുള്ള ശ്രമം നടക്കും. എന്തായാലും ഈ ഏതൊക്കെ അപരന്മാർ മത്സരരംഗത്തുണ്ടാവും എന്ന കാര്യം 8-ാം തീയതിക്ക് ശേഷം മാത്രമേ. ശരി അനീഷ്, എന്തായാലും അപരന്മാർ ഒട്ടുമിക്ക മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മറ്റൊരു ചിത്രം കൂടിയുണ്ട്. CSI സഭയുടെ ബിഷപ്പായ ധർമ്മരാജ് റസാലത്തിന്റെ ഭാര്യ മത്സരിക്കുന്നുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ. ബിഷപ്പ് നേരത്തെ ED അന്വേഷണം നേരിട്ടതാണ്. BJP ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയ ബിഷപ്പിന് മേൽ, അതുകൊണ്ടാണ് ഭാര്യയെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നതെന്നാണ് UDF ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത് BJPയുടെ തന്ത്രമാണെന്ന ആക്ഷേപം ഉന്നയിച്ചത് ശശി തരൂർ തന്നെയാണ്. അതേസമയത്ത് തന്നെയാണ് തിരുവനന്തപുരത്ത് UDFും BJPയും തമ്മിലാണ് മത്സരം എന്ന കാര്യം ശശി തരൂർ ആവർത്തിക്കുകയും ചെയ്യുന്നു. തരൂരിന്റെ പ്രതികരണത്തിലേക്ക്. തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന്റെ
വാഹന പര്യടന ജാഥ ഇന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലൂടെയാണ് ഈ വാഹന പര്യടനം തുടരുന്നത്. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ അദ്ദേഹത്തിന് ഓരോ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകുന്നു. എങ്ങനെയുണ്ട് ഈ ഘട്ടത്തിൽ ഒരു ആത്മവിശ്വാസം കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഈ 4 ആഴ്ച വർഷം ചെയ്തല്ലോ. ഇനി നമ്മൾ വാഹന പര്യടനം ആരംഭിക്കുമ്പോൾ ആ ഒരേ ആവേശം കാണുന്നുണ്ട്. എനിക്ക് ഒരു സംശയമില്ല, ജനങ്ങൾ എനിക്ക് മുമ്പ് നൽകിയ വിശ്വാസം വീണ്ടും നൽകും. അതാണ് ഞാൻ കാണുന്നത്. അങ്ങ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് UDF-ഉം BJP-യും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റാണ്, LDF-നെ കാണാനില്ല. പക്ഷെ ഇന്നലെ LDF സാർ നമ്മോട് പറഞ്ഞത് തരൂർ തോൽവി ഉറപ്പിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിന് വേണ്ടി ഒരു ശ്രമമാണെന്ന്. എനിക്ക് ശ്രമിക്കാൻ ആവശ്യമില്ല. ആ വോട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടില്ലല്ലോ. ഈ 3 തവണ ജയിച്ച ആളത് അവരല്ലേ 2 തവണ മൂന്നാമത്തെ സ്ഥാനത്ത് എത്തിയത്. ഞാൻ ആദ്യം പറഞ്ഞു തൃക്കോട്ട മത്സരമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് ആഴ്ചയായി കാണുന്നത് അവർക്ക് വേണ്ടി ഒരു ഇണക്കമില്ല. അപ്പൊ എന്റെ ആഗ്രഹമായിരുന്നു അവരും രാജീവ് ചന്ദ്രശേഖരും നല്ലൊരു മത്സരത്തിൽ ഇറങ്ങി BJP 3ാം സ്ഥാനത്ത് താത്താന്. പക്ഷെ അത് നടക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും സംഭവിച്ചിരിക്കുന്നത് BJP ആണ് കൂടി വന്നിരിക്കുന്നത്. അപ്പൊ ഈ 2ാം സ്ഥാനത്തിൽ BJP തോൽപ്പിക്കാനാണ് എന്റെ ഉത്തരവാദിത്വം. അതാണ് ഞാൻ കാണുന്നത്. ഈ പലരും പറയുന്നത് അങ്ങയുടെ ഒരു വോട്ട് ബേസ് ഈ ടെക്കികള്, അതുപോലെ ടെക്കീസ്, അതുപോലെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഒക്കെ അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ലോസ് ഉണ്ടാവുന്നു. നോക്കൂ, ഏത് സ്ഥാനാർത്ഥിക്കും അവർ സ്വന്തം നാട്ടിൽ 100% പിന്തുണയില്ല. നരേന്ദ്രമോദിക്ക് ഗുജറാത്തിൽ 100% ഉണ്ടാക്കി. 1% ആൾക്കാർ മാറുമായിരിക്കും. പക്ഷെ ഭൂരിപക്ഷം ഇവരൊക്കെ എന്റെ വോട്ടർമാർ തന്നെയാണ്. എനിക്ക് നല്ല ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സംശയം. BJP-യും UDF-ഉം തമ്മിലാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ മത്സരം എന്ന കാര്യം ആവർത്തിക്കുകയാണ് ശശി തരൂർ. നേരത്തെ പറഞ്ഞ അപര സാന്നിധ്യം കേരളത്തിൽ മുൻപും പല അട്ടിമറികൾക്കും ഇടവെച്ചിട്ടുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട തോൽവിയായിരുന്നു VM സുധീരൻ്റേത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സുധീരൻ്റെ കാര്യമുണ്ട്, K സുരേന്ദ്രൻ്റെ കാര്യമുണ്ട്. പക്ഷേ ഒരു തോൽവിയിലേക്ക് പ്രമുഖ സ്ഥാനാർത്ഥികളെ തള്ളിവിടാൻ പാകത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്ര കണ്ട് അപരന്മാരുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് കരുതാനാവുമോ? പലരും അപരന്മാർക്ക് വേണ്ടി നെട്ടോട്ടം ഓടുന്നുണ്ട്. പക്ഷേ അത്ര കണ്ട് വിജയം കൈവരിക്കാൻ കഴിയുന്നുണ്ടോ? മഞ്ജുഷ, അപരന്മാർ പല തെരഞ്ഞെടുപ്പിലും മത്സരിക്കാറുണ്ട്. പക്ഷേ അത്യപൂർവമായി മാത്രമാണ് അപരന്മാരുടെ പിടിക്കുന്ന വോട്ട് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്ക് തൻ്റെ വിജയം മറിഞ്ഞു പോകുന്നത്. അതിൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ VM സുധീരനാണ്. VM സുധീരൻ ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ KS മനോജ് ആയിരുന്നു എതിരാളിയായി മത്സരിക്കുന്നത് 2004 തെരഞ്ഞെടുപ്പിൽ. അന്ന് VM സുധീരൻ്റെ എതിരെ മറ്റൊരു VS സുധീരൻ മത്സരിച്ചു. VS സുധീരൻ മത്സരിച്ച് നേടിയത് 8282 വോട്ടാണ്. 1009 വോട്ടിനാണ് VM സുധീരൻ പരാജയപ്പെട്ടു പോകുന്നത് എന്ന് കണക്ക് കൂട്ടണം. അപരനായി അല്ല ആര് നോമിനേഷൻ കൊടുത്താലും ചിലപ്പോൾ 10-500 വോട്ടൊക്കെ സ്വാഭാവികമായും അവർക്ക് അറിയാതെയും അല്ലാതെയും ഒക്കെ കിട്ടാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഇവിടെ 8282 വോട്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് കൈപ്പത്തിയായിരുന്നു VM സുധീരൻ്റെ ചിഹ്നമെങ്കിൽ ഷട്ടിൽ കോക്കായിരുന്നു അന്ന് VS സുധീരൻ്റെ ചിഹ്നം. ഷട്ടിൽ കോക്കും കൈപ്പത്തിയും തമ്മിൽ ബാലറ്റ് പേപ്പറിൽ അച്ചടിക്കുന്നത് കാണുമ്പോൾ ഏകദേശം സമാനമായ ചിഹ്നമാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അത്രയേറെ വോട്ട് വന്നതും VM സുധീരൻ പരാജയപ്പെട്ടു പോകുന്നതും. അന്ന് വിജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രമന്ത്രിയൊക്കെ ആവേണ്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ പാർലമെന്ററി കരിയർ തന്നെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു അപരന്റെ സാന്നിധ്യം കൊണ്ട് പാർലമെന്ററി കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു നേതാവ് കൂടിയാണ് VM സുധീരൻ. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിന്റെ വിഷയം പറഞ്ഞാൽ അത് T ശശിധരനാണ്. T ശശിധരൻ മത്സരിക്കുമ്പോൾ T ശശിധരന്റെ പോരാട്ടത്തിൽ ഇരിങ്ങാലക്കുട നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ 2001 406 വോട്ടാണ് കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിലെ തോമസ് ഉണ്ണിയാടനോട് പരാജയപ്പെടുന്നത്. അന്ന് 1867 വോട്ടാണ് മറ്റൊരു ശശിധരൻ നേടിയത്. ആകെ മറ്റൊരു ശശിധരൻ നേടിയ വോട്ടിന്റെ 4-1 വോട്ടുകൾക്കാണ് T ശശിധരൻ പരാജയപ്പെടുന്നത്. ശശിധരന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവരൻ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയം മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ്റെതായിരുന്നു. K സുരേന്ദ്രൻ 89 വോട്ടുകൾക്കാണ് പരാജയപ്പെടുന്നത്. അന്ന് K സുന്ദരൻ നേടിയത് 467 വോട്ടാണ്. ഈ K സുന്ദരയ്ക്ക് നേടിയ വോട്ടുകളിൽ ഒരു ഭാഗമെങ്കിലും അല്ലെങ്കിൽ 401 വോട്ടെങ്കിലും K സുരേന്ദ്രൻ ലഭിച്ചിരുന്നെങ്കിൽ പൂർണ്ണമായും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഈ വോട്ടിന്റെ എണ്ണത്തിൽ വരുന്നൊരു വലിയ വ്യത്യാസം കൊണ്ട് തന്നെ അത് സുരേന്ദ്രൻ ലഭിച്ചിരുന്നെങ്കിൽ സുരേന്ദ്രന് അന്ന് കേരളത്തിൽ MLA ആയി മാറാൻ കഴിയുമായിരുന്നു. കേരളത്തിൽ BJPയുടെ വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു താമര വിരിയുമായിരുന്നു. അങ്ങനെ ഒരു നഷ്ടവും കൂടി K സുരേന്ദ്രന് ഉണ്ടായിട്ടുണ്ട്. സമാനമായ രീതിയിൽ മറ്റൊരു പരാജയം സംബന്ധിച്ചത് AN ഷംസീറിനാണ്. AN ഷംസീർ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് 2014 മത്സരിക്കുമ്പോൾ AN ഷംസീർ പരാജയപ്പെട്ടത് 3306 വോട്ടിനാണ്. AN ഷംസീറിന്റെ അപരനായി നിന്ന ഷംസീറിന് ലഭിച്ചത് 3485 വോട്ടാണ്. അത് ചെറിയ വോട്ട് ആണെങ്കിൽ പോലും ആ വോട്ടുകൾ പൂർണ്ണമായും
പൂർണ്ണമായും ഷംസീറിന് ലഭിച്ചിരുന്നെങ്കിൽ ഷംസീറിനെ സംബന്ധിച്ച് അന്ന് നിസ്സാര വോട്ടുകൾക്കാണെങ്കിൽ പോലും 100 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലൊക്കെ ചിലപ്പോൾ ജയിക്കാൻ കഴിയുമായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഫലം മാറിമറിയാൻ സാധ്യതയുണ്ടായിരുന്നു. മറ്റൊന്ന് പറയാൻ കഴിയുന്നത് PA മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിലുള്ള പോരാട്ടമാണ്. PA മുഹമ്മദ് റിയാസും MK രാഘവനും തമ്മിലുള്ള പോരാട്ടത്തിൽ 2009 കോഴിക്കോട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടുപേരും അപരന്മാരെ മത്സരിപ്പിച്ചെന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു അപരനെ മത്സരിപ്പിച്ചതുകൊണ്ട് എതിരാളി മാത്രം മത്സരിപ്പിച്ചു. സുധീറിന്റെ കേസിലാണെങ്കിൽ എതിരാളിയാണ് അപരനെ മത്സരിപ്പിച്ചത്. മറ്റു കേസുകളിലൊക്കെയും എതിരാളികളുടെ അപരന്മാരാണ് ശക്തരായിരുന്നത്. ഇവിടെ MK രാഘവന് 2 അപരന്മാരും മുഹമ്മദ് റിയാസിന് 3 അപരന്മാരും ഉണ്ടായിരുന്നു. MK രാഘവന്റെ 2 അപരന്മാർ 2743 വോട്ടും മുഹമ്മദ് റിയാസിന്റെ 3 അപരന്മാർ 6371 വോട്ടും നേടി 838 വോട്ടിനാണ് മുഹമ്മദ് റിയാസ് പരാജയപ്പെട്ടത്. ഈ അപരന്മാർ 2 ഭാഗത്തുമില്ലായിരുന്നെങ്കിലും ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അവിടെയും മുഹമ്മദ് റിയാസിന് ജയിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ള സമാനമായ രീതിയിലൊക്കെ പല കണക്കുകളുമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ജയപരാജയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയ പ്രധാനപ്പെട്ട അപരന്മാർ ഇതാണ്. ശരി കിരൺ ബാബു, എന്തായാലും ഇത്തവണയും അപരന്മാരെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി എതിരാളികൾ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും വലിയ വെല്ലുവിളി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിനാണ്. മറ്റു വാർത്തകളിലേക്ക്. മുഖ്യമന്ത്രിയുടെ പരിപാടിക്കിടെ മൈക്ക് വീണ്ടും പണിമുടക്കി. കോട്ടയം തലയോലപ്പറമ്പിലെ പരിപാടിക്കിടെയാണ് മൈക്ക് ഊരി വീണത്. ഇത് പരിഹരിച്ച് പ്രസംഗം വീണ്ടും തുടങ്ങിയെങ്കിലും അതിന് പിന്നാലെ പവർ ആംപ്ലിഫയർ കത്തിപ്പോയി. പ്രസംഗം വീണ്ടും തടസ്സപ്പെട്ടു. എല്ലാം തടസ്സങ്ങളാണല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും നല്ല നിലക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലയോലപ്പറമ്പിലെ വേദിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. തൊട്ടു മുൻപ് ജോസ് കെ മാണി സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എത്തിയപ്പോഴാണ്, പ്രസംഗിച്ച 2 വാചകം പറഞ്ഞപ്പോഴാണ് മുന്നിലുണ്ടായിരുന്ന മൈക്ക് വീണത്. നമ്മുടെ സംഭവം ഉണ്ടായതിനു പിന്നാലെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഫലത്തിൽ പരിഭ്രാന്തരാകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വേദിയിലുണ്ടായിരുന്ന മന്ത്രി VN വാസവൻ, ജില്ലാ സെക്രട്ടറി AV റസൽ, ജോസ് കെ മാണി, ബിനോയ് വിശ്വം, അങ്ങനെ എല്ലാ നേതാക്കളും ഒരുമിച്ചെത്തി ഈ മൈക്ക് നന്നാക്കാനുള്ള ശ്രമമാണ് പിന്നീട് കണ്ടത്. ഇതിനിടെ മൈക്ക് ഓപ്പറേറ്ററും ഓടിയെത്തി. പക്ഷേ ഏതാണ്ട് 5 മിനിറ്റോളം മൈക്ക് നന്നാക്കാനായില്ല. അതായത് ഈ മുഴുവൻ സ്റ്റാൻഡ്, തറയിൽ വരെയുള്ള സ്റ്റാൻഡ് അല്ല ഉള്ളത്, ഈ ലെക്ചർ സ്റ്റാൻഡിൽ ഘടിപ്പിക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ആ പരിഭ്രാന്തിയാണ് പിന്നീട് കണ്ടത്. സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വേദിയിലെത്തി പ്രസംഗിച്ചെങ്കിലും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ തയ്യാറായില്ല. മറ്റു വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടെയാണ് വീണ്ടും അടുത്ത സംഭവം ഉണ്ടാകുന്നത്. ഈ മൈക്കിന്റെയൊക്കെ കൺട്രോളുകൾ ഉള്ള, അതായത് വേദിക്ക് മുൻഭാഗത്തുള്ള കൺട്രോൾ ഉള്ള സ്ഥലത്ത് അവിടെ പവർ ആംപ്ലിഫയറിന് തീപിടിച്ചു. അതായത് ചെറിയ രീതിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അവിടെയും പെട്ടെന്ന് ചുറ്റിനും കുറെ സ്ത്രീകളൊക്കെയാണ് ഇരുന്നത്. അവർ പരിഭ്രാന്തരായി എണീക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്നു. എല്ലാം തടസ്സങ്ങളാണല്ലോ എന്ന് എണീറ്റ് വന്ന ജോസ് കെ മാണിയോട് മുഖ്യമന്ത്രി ചോദിക്കുന്നതാണ് കണ്ടത്. എല്ലാം തടസ്സങ്ങൾ തന്നെയാണ്.
തടസ്സങ്ങൾ തന്നെയാണ് പലതും. ഇല്ല, നോക്കട്ടെ. ശരിയായോ? ശരി ശരി, ഓക്കെ 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 ഓക്കെ. എന്തായാലും സാധാരണഗതിയിൽ പലയിടത്തും മുഖ്യമന്ത്രിയും മൈക്കും തമ്മിലുള്ള പടക്കം കാണാറുണ്ട്. പക്ഷേ ഇത്തവണ അത് ക്ഷോഭിച്ച് ഒന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എന്ന് മാത്രം. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയും സൗമ്യതയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ള കൗതുകമാണ്. അവിടെ നിന്ന പ്രവർത്തകർക്ക് പോലും അത്തരം കൗതുകങ്ങൾ അവരുടെ സംസാരങ്ങളിൽ നിന്ന് കേട്ടു. എന്തായാലും ഈ മൈക്ക് ഓപ്പറേറ്ററോട് പിന്നീട് വിശദാംശങ്ങൾ പോലീസ് തേടുന്നതും കണ്ടു. തലയോലപ്പറമ്പിൽ നിന്ന് ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം GC ന്യൂസ് 18. കേരള ഹൈക്കോടതിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ് അടുത്തത്. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ ശക്തമായ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. CBI അന്വേഷണം വൈകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണത്തിനുള്ള വിജ്ഞാപനം വൈകരുത് എന്നുള്ള നിർദ്ദേശവും ഉടൻ തന്നെ ഉത്തരവിറക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നേരത്തെ CBI അന്വേഷണത്തിനായുള്ള രേഖകൾ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് നൽകുവാൻ വൈകിയിരുന്നു. പിന്നീട് ഈ സംഭവം വിവാദമായതോടെയാണ് രേഖകൾ പൊടുന്നനെ ഡൽഹിയിൽ എത്തിച്ചത്. പക്ഷേ ഈ വിഷയമാണ് സിദ്ധാർത്ഥന്റെ കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും ചെയ്തു. ഉടൻ തന്നെ അന്വേഷണം തുടങ്ങണം എന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആജ്ഞ രവീന്ദ്രൻ നൽകും കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ഹൈക്കോടതി ചോദിച്ചത്? ഇക്കാര്യത്തിൽ ഒരു ഉത്തരവിൻ്റെ സ്വഭാവം തന്നെയല്ലേ ഉള്ളത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഇന്നത്തെ ഈ നിരീക്ഷണങ്ങൾക്ക്? മഞ്ജുഷ്, ഇതൊരു ഇടക്കാല ഉത്തരവാണ്. കേന്ദ്രം CBIയുടെ അന്വേഷണം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഉടൻ ഇറക്കണം. ആ വിജ്ഞാപനത്തിന്റെ രേഖ കേന്ദ്ര സർക്കാർ തന്നെ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണം വൈകുന്ന ഓരോ നിമിഷവും ഇരയ്ക്ക് നീതി ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഒരുക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് ആരാണ് ഉത്തരവാദികൾ? ഇത്തരം കാര്യങ്ങളിൽ ആരുടെ ഇടപെടലാണ് നടത്തുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് 9 മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് നിർദ്ദേശം നൽകിയത്. അതിനുശേഷം ഇത്ര സമയമെടുക്കാൻ എന്താണ്, ക്ലറിക്കൽ ജോലികൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എന്താണ് ഇത്ര വൈകിയതെന്നും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട്. അതേസമയം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ ഒതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയതെന്നും മുഖ്യമന്ത്രി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഉത്തരവിന് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള നിർദ്ദേശം നൽകിയതെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ആരോപിക്കുന്നുണ്ട്. ഈ മാർച്ച് 9 മുതൽ ഇത്ര കാലയളവ് വരെ ഇതിന്റെ പ്രൊഫോമ റിപ്പോർട്ട് കൈമാറാൻ പോലും സർക്കാർ തയ്യാറായില്ല, ആഭ്യന്തര വകുപ്പ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഉടൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ജയപ്രകാശ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ആ ഹർജിയിലാണ് ഈ SFIയുടെ ഈ നേതൃനിരയിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ, പ്രത്യേകിച്ചും സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടിയും സർക്കാരും ഇടപെടൽ നടത്തുന്നു എന്നൊരു ആരോപണം കൂടി ഹർജിയിലുണ്ട്. ആ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. അടിയന്തരമായി CBI അന്വേഷണത്തിന്റെ പേരിലുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ ഇറക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. മഞ്ജുഷ്, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ തുടരുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായത് 2 CPM നേതാക്കളാണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് EDക്ക് മുന്നിൽ ഹാജരായി. അതുപോലെ തന്നെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ PK ഷാജനും EDക്ക് മുന്നിൽ ഹാജരായിട്ടുണ്ട്. EDക്ക് മുന്നിൽ ഹാജരാകാൻ പോകുന്നതിന് മുൻപ് MM വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. CPM-ന് എന്തെങ്കിലും തരത്തിൽ ഈ മറച്ചു വെക്കാനുള്ള അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിലുണ്ട്? ഇത് നേരത്തെ ED ധരിപ്പിച്ചിട്ടില്ലേ? മുമ്പും വന്നിരുന്നല്ലോ ചോദ്യം ചെയ്യാൻ. പിന്നെ വന്നിരുന്നില്ലേ? 5-6 ദിവസമായിരുന്നു. അന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഇത് ധരിപ്പിച്ചിരുന്നോ? പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് അവരോട് മസാല ബോണ്ട് കേസിലും ഇന്ന് ചില കാര്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിക്കുകയുണ്ടായി. നിരവധി തവണ സമൻസ് നൽകിയിട്ടും തോമസ് ഐസക് ഹാജരായിട്ടില്ല എന്നുള്ള നിർണായക വിവരമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. കേസ് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. നവമി ദിനേശ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന്. നവമി, ആദ്യം മസാല ബോണ്ട് കേസ്, അതാണല്ലോ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നിൽക്കുന്നത്. തോമസ് ഐസക്കിന് നിർണായകമാണല്ലോ. ഐസക്ക് സമൻസുകൾ നിരാകരിച്ചത് ഗൗരവമായാണല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ED അറിയിച്ചിട്ടുണ്ട് കോടതിയെ? മഞ്ജുഷ, ഇന്ന് കൂടിയായിരുന്നു ED ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചത്. ഇന്നുകൂടി ഹാജരായില്ലെങ്കിൽ ഇനിയൊരു നോട്ടീസ് അയക്കും, അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് ED നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ തോമസ് ഐസക്ക് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഹൈക്കോടതി കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ പറഞ്ഞത് തൽക്ഷണം തുടരട്ടെ, എന്തെങ്കിലും അടിയന്തരമായിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ കോടതി പരിഗണിക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തേക്ക് ഹർജി മാറ്റിയത്. എന്തായാലും ഇന്ന് രാവിലെ ഹർജി പരിഗണിച്ചപ്പോൾ ED കോടതിയെ അറിയിച്ചത് 7 തവണയാണ് നോട്ടീസ് അയച്ചത്. ഈ 7 തവണയും തോമസ് ഐസക്ക് ഹാജരാക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഈ ഒരു അന്വേഷണ സംഘത്തിന് നേരെ മുഖം തിരിക്കുന്ന ഈ ഒരു നടപടി ശരിയല്ല എന്നായിരുന്നു ഹൈക്കോടതി അറിയിച്ചത്. എന്തായാലും ഹൈക്കോടതി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ ഹർജി പരിഗണിക്കുക. തൽക്ഷണം തുടരട്ടെ എന്നായിരുന്നു കഴിഞ്ഞ തവണ പറഞ്ഞത്. പക്ഷേ ഇത്തവണ എന്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരു തവണ, അതായത് ഇതിനു മുൻപ് മറ്റൊരു കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതി ഒരു പരാമർശം നടത്തിയിരുന്നു. അതായത് EDയുടെ നോട്ടീസ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ നോട്ടീസ് വരുമ്പോൾ അതിനോട് സഹകരിക്കണം, അതിനോട് ബഹുമാനം കാണിക്കണം, ഹാജരാകാൻ, ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടാൽ അത് ആയിക്കോട്ടെ എന്നും മറ്റൊരു കേസ് പരിഗണിക്കവേ ഹൈക്കോടതി പരാമർശം നടത്തിയിരുന്നു. ഇന്നും ഇനി ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു ഹർജി ശരിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് നവമി. അതുപോലെ തന്നെയാണല്ലോ MM വർഗീസ് ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്ന് EDയോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ED അത് നിരാകരിച്ചതോടെ വർഗീസ് ഹാജരാകാൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ കരുവന്നൂർ ബാങ്ക് കേസിൽ? തീർച്ചയായും മഞ്ജുഷ, 11 മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് ശേഷം വീണ്ടും ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യും. MM വർഗീസിൽ നിന്നും പ്രധാനമായും EDക്ക് അറിയേണ്ടത്, അതായത് ED തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ സമർപ്പിച്ച റിപ്പോർട്ടിനനുസരിച്ച് കരുവന്നൂരിൽ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ 5 അക്കൗണ്ടുകൾ, അതായത് ശ്രദ്ധയിൽപ്പെടാത്ത 5 അക്കൗണ്ടുകൾ, രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നുള്ളൊരു കാര്യം കൂടി ED അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിൽ, അതായത് അവിടെയുള്ള നേതാക്കൾക്ക് അറിയാവുന്ന ഒരു അക്കൗണ്ടാണ് ഇത് 5ഉം. ഇവർ തന്നെയാണ് ഇടപാടുകൾ നടത്തുന്നത്. ഇവർക്ക് മാത്രമാണ് ഇതിലെ അക്കൗണ്ടുകളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ED ഈ റിപ്പോർട്ടിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് MM വർഗീസിനെ ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് PK ബിജുവിനെ ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. അദ്ദേഹത്തിനെയും 7:30 ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തത്. എന്തായാലും ഷാജനും ഇന്ന് ഹാജരായിട്ടുണ്ട്. ഷാജനാണ് ഈ ഒരു പാർട്ടി നിയോഗിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗമായിരുന്നു, ഈ ഒരു അന്വേഷണ കമ്മീഷന്റെ അംഗമായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട്, അതിന്റെ റിപ്പോർട്ട് എന്തുകൊണ്ട്, നിങ്ങൾ അന്ന് അന്വേഷിച്ച റിപ്പോർട്ട് എന്തുകൊണ്ട് EDക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടില്ല, ED ആവശ്യപ്പെട്ടിട്ടും നൽകിയിട്ടില്ല എന്നീ കാര്യങ്ങൾ പ്രധാനമായും ചോദിച്ചറിയുവാനും ഈ രേഖകൾ ഹാജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരെയും ഇന്ന്. ശരി നവമി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ EDക്ക് മുന്നിൽ നടക്കുന്നത്. തൃശൂർ ജില്ലാ സെക്രട്ടറി, CPMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസും തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായ PK ഷാജനുമാണ് ഇന്ന് EDക്ക് മുന്നിൽ ഹാജരായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം മുൻ MP PK ബിജുവിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ-പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ ഉയർന്നുവന്ന പരാതികളും ആ യാത്രയിൽ അങ്ങോട്ട് വാഗ്ദാനങ്ങളായി നൽകിയ ചില കാര്യങ്ങളും ഇത് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5 ഗ്യാരണ്ടികളാണ് നൽകിയിരിക്കുന്നത് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ. 5 ന്യായ് ഗ്യാരണ്ടി എന്നാണ് ഇതിനെ കോൺഗ്രസ് തന്നെ വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ കുറേ കാര്യങ്ങൾ നേരത്തെ തന്നെ വന്നതാണ്. അതാണല്ലോ ഈ 5 ന്യായ് ഗ്യാരണ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെയാണോ ഈ പ്രകടന പത്രികയുടെ, ഇന്ന് പുറത്തിറക്കിയ പ്രകടന പത്രികയുടെ കാതൽ എന്ന് പറയാവുന്നത്?
മഞ്ജുഷ, ജനപ്രിയം എന്ന് പറയാവുന്ന ഒരു പ്രകടന പത്രികയാണ് കോൺഗ്രസ് ഇന്ന് പുറത്തിറങ്ങിയത്. ന്യായ് പത്ര എന്നാണ് ഈ പ്രകടന പത്രികയ്ക്ക് കോൺഗ്രസ് നൽകിയിരിക്കുന്ന പേര്. നേരത്തെ മഞ്ജുഷ പറഞ്ഞതുപോലെ ഈ ഗ്യാരണ്ടികളടക്കം മറ്റ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളും അടങ്ങുന്നത് തന്നെയാണ് ഈ പ്രകടന പത്രിക. പ്രധാനമായും ജാതി സെൻസസ് നടപ്പാക്കും എന്നത് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു. നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണിത്. SC, ST, OBC സംവരണം ഉയർത്താൻ ഭരണഘടന ഭേദഗതി ചെയ്യും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ആ ന്യൂനപക്ഷ പിന്നാക്ക വിഭാഗങ്ങളെയും SC, ST വിഭാഗങ്ങൾക്കും അത്തരത്തിലേക്ക് സംവരണം ഉയർത്തും എന്ന് പറയുമ്പോൾ മുന്നാക്ക വിഭാഗങ്ങൾക്ക് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ വിഭാഗം ആളുകൾക്കും 10% സംവരണം എന്നുള്ള വാഗ്ദാനം കൂടി നൽകുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം, കരാർ വ്യവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കി സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ കരാർ തൊഴിൽ വ്യവസ്ഥ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവരും സ്ഥിര നിയമനത്തിലേക്ക് വരും എന്നുള്ള തൊഴിൽ വാഗ്ദാനം ചെയ്യുന്ന ഒരു വലിയ നിർദ്ദേശം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർക്കായി മഹാലക്ഷ്മി പദ്ധതി പ്രഖ്യാപിക്കുന്നു. കുടുംബത്തിലെ മുതിർന്ന വനിതാ അംഗത്തിന് അക്കൗണ്ടിൽ 1 വർഷം 1 ലക്ഷം രൂപ നൽകും എന്നുള്ളതാണ് മഹാലക്ഷ്മി പദ്ധതി. അതോടൊപ്പം തന്നെ വാർദ്ധക്യകാല വികലാംഗ പെൻഷൻ തുക എല്ലാം തന്നെ ഇത്തരം പെൻഷനുകളുടെ എല്ലാം തുക 1000 രൂപയായി വർദ്ധിപ്പിക്കും എന്നും പറയുന്നു. മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ ഉണ്ടായിരുന്നതുപോലെ യാത്രാ ഇളവുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാജസ്ഥാൻ മാതൃകയിൽ 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസും പ്രഖ്യാപിക്കുമെന്ന് പറയുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും കോൺഗ്രസ് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. 2025 മുതൽ കേന്ദ്ര സർക്കാരിലെ പകുതി തസ്തികകൾ വനിതകൾക്കായി സംവരണം ചെയ്യുമെന്ന് പറയുന്നു. 2025 മുതൽ ആകെ എടുക്കുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരിലെ പകുതി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാവും നിയമനം നടത്തുക. നേതാക്കൾ കൂറുമാറിയാൽ ഉടൻ തന്നെ നടപടിയെടുക്കാനുള്ള നിയമ ഭേദഗതി കൊണ്ടുവരുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. താങ്ങുവില നിയമവിധേയമാക്കും. ഇലക്ട്രൽ ബോണ്ടിലും PM കെയർ ഫണ്ടിലും അന്വേഷണം ഉണ്ടാകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന BJPയുടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതി നടപ്പാക്കില്ല എന്നതും പറയുന്നു. അതോടൊപ്പം തന്നെ BJP സർക്കാർ നടപ്പാക്കിയ അഗ്നിപഥ് ഒഴിവാക്കും എന്ന് പറയുന്നു. നേതാക്കൾ BJP ചേർന്നതിന് പിന്നാലെ അവസാനിപ്പിച്ച അഴിമതി അന്വേഷണ കേസുകൾ പുനരന്വേഷിക്കും എന്നുള്ള വാഗ്ദാനവുമുണ്ട്. അതോടൊപ്പം തന്നെ 2025 മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുമെന്നും 2029 വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കുമെന്നും പറയുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് 400 രൂപയാക്കി വർദ്ധിപ്പിക്കും എന്നടക്കമുള്ള ഒട്ടേറെ ജനകീയ പദ്ധതികൾ അടങ്ങുന്നതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക. ശരി കിരൺ, എന്തായാലും നേരത്തെ പുറത്തു വന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട്. ഇപ്പോൾ ന്യായ് പത്ര എന്നാണ് പ്രകടന പത്രികയ്ക്ക് പേരിട്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ആളുകൾക്കും നീതി ഉറപ്പാക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം. തൃശൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ സുരേഷ് ഗോപി വന്ന സമയത്ത് മുതിർന്ന നേതാക്കൾ ഉണ്ടായിരുന്നില്ല. അതും കേന്ദ്ര നേതാക്കളുടെ അസാന്നിധ്യം പ്രകടമായിരുന്നു. പക്ഷേ വയനാട്ടിൽ K. സുരേന്ദ്രനൊപ്പം സ്മൃതി ഇറാനി വന്നിരുന്നു. തിരുവനന്തപുരത്ത് S. ജയശങ്കർ, രാജീവ് ചന്ദ്രശേഖർക്കൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ തൃശൂരിൽ കേന്ദ്ര നേതാക്കളുടെ അസാന്നിധ്യം, കേന്ദ്രമന്ത്രിമാരുടെ അസാന്നിധ്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് സുരേഷ് ഗോപി സംസാരിക്കുകയും ചെയ്തു ഇന്ന് ന്യൂസ് 18 കേരളത്തോട്. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും അനുഗ്രഹം തനിക്കുണ്ടെന്ന് സുരേഷ് ഗോപി പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി, NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ന്യൂസ് 18 സംഘത്തിനൊപ്പം ചേരുകയാണ്. സുരേഷിയുടെ തെരഞ്ഞെടുപ്പ് ചൂടിലാണെന്നറിയാം. വലിയൊരു പ്രവർത്തകരുടെ ഒരു പ്രവാഹം കാണുന്നു. എങ്ങനെ പോകുന്നു ഈ ചൂടത്തുള്ള പ്രചാരണമൊക്കെ? ആ ചൂടാണ് സത്യത്തിൽ ഇത് നല്ല ചൂടാക്കുന്നത്. നല്ലതാണ്. ക്ഷീണിക്കുന്നേയില്ല. ക്ഷീണമുണ്ട്, പക്ഷെ അത് തരണം ചെയ്യും. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് കേട്ടു, മാറി മാറി വോട്ട് ചെയ്യുകയല്ല, മാറ്റി ചെയ്യുക എന്നുള്ളതാണ് സുരേഷിയുടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. ഇപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ തൃശൂരിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മറ്റ് കക്ഷികൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ EDA പോലുള്ള ഏജൻസികളുടെ കാര്യങ്ങളും കരുവന്നൂർ ബാങ്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ. അപ്പൊ അതിനൊക്കെ എന്താണ് മറുപടി? അല്ലല്ല, അതായത് അതിനെ പ്രചാരണ വിഷയമാക്കുന്നത് പോലെ. ജനങ്ങളുടെ കാര്യം എന്തിനാ പിടിച്ചു പറിക്കുന്നത്? ജനങ്ങളെ അത്രയും വിചാരിച്ചാ പോരെ? അവര് വലിയ പൊടിപ്പും തൊങ്ങലും ഡെക്കറേഷനും ഒന്നും വേണ്ടല്ലോ. അവരുടെ ആ പാവങ്ങളുടെ കാശ് തിരിച്ചു കൊടുക്കൂ. അച്ചിമാർക്ക് കൊടുക്കാതെ അവർക്ക് കൊടുക്കൂ. ഈ തൃശ്ശൂരിലേക്ക് ഇപ്പോൾ വോട്ട് ചോദിച്ചെത്തുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ തവണത്തെ അതേ മൂടാണോ അതോ അതിനും ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ഇപ്പോൾ കിട്ടുന്നത്? എന്താ നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളെന്താ മനസ്സിലാക്കുന്നത്? ഞങ്ങൾക്ക് നിഷ്പക്ഷമായിട്ടേ പറയാൻ പറ്റുള്ളൂ. അതെ, പറഞ്ഞോളൂ. ഞാൻ എന്റെ ഹാപ്പിനെസ് പറഞ്ഞു. ശരി, ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിരുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ പത്തനംതിട്ടയിൽ, വയനാട്ടിൽ, തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് പ്രമുഖ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ എത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക. അതിനുശേഷം തൃശ്ശൂരിൽ അത്രയും പിന്തുണ ലഭിക്കാതെ പോയോ? പിന്തുണ എന്ന് പറഞ്ഞത് ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട്. ഞാനാണ് മത്സരിക്കുന്നത് തൃശ്ശൂർ, ഞാനാണ് മത്സരിക്കുന്നത്. അപ്പോ മറ്റൊരാളുടെ സാന്നിധ്യം ആവശ്യമില്ല, പ്രവർത്തകരാണ് പ്രധാനം. ആവശ്യമില്ല, ജനങ്ങൾ എന്നെയാണ് നോക്കുന്നത്. പിന്നെ എന്നെ ഇവിടെ അവതരിപ്പിച്ച അമിത്ഷാജിയെയും എനിക്ക് 2 or 3 പ്രാവശ്യം ഇവിടെ വന്ന് പിന്തുണ അർപ്പിച്ച എന്റെ പ്രധാനമന്ത്രിയെ
ഇതിനപ്പുറം എന്താണ്? ഒരു കാര്യം കൂടി, അതായത് ഈ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇടയിലേക്ക് സുരേഷ് ഗോപി എത്തുമ്പോൾ ഈ അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് മുൻ പ്രതിനിധികൾ പറഞ്ഞു എന്നുള്ളതും തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് എന്താണ്, സുരേഷ് ഗോപി എന്നുള്ള സ്ഥാനാർത്ഥി തൃശ്ശൂർകാർക്ക് കൊടുക്കാൻ ഒന്നും പറയുന്നില്ല. ഞാൻ എന്തിനു പറയണം? ഞാൻ ചെയ്തു കാട്ടാം. ഒരു മാറ്റത്തിന്റെ വലിയ വാതിൽ തുറന്നിടും തൃശ്ശൂർകാർക്ക് വേണ്ടി. ഉറപ്പായിട്ടും 2029 ഞാനോ എന്റെ സ്ഥാനത്ത് വേറൊരാളോ വരുമ്പോ വോട്ടിന് വേണ്ടി യാചിക്കേണ്ടി വരില്ല. ഓക്കെ. ക്യാമറാമാൻ കെ പി ധനേഷിനൊപ്പം വെൽദോപ്പൽ, പുതുശ്ശേരി, ന്യൂസ് 18. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. തിരുവനന്തപുരം പെരിങ്ങമലയിൽ നിന്ന് കാണാതായ പഞ്ചായത്ത് അംഗമായ വസന്ത തിരിച്ചെത്തി. UDF അംഗങ്ങൾ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിടുകയായിരുന്നുവെന്നാണ് വസന്ത പറയുന്നത്. ഇന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിൽ നടക്കാനിരിക്കുകയായിരുന്നു. വോട്ട് ചെയ്യാൻ തയ്യാറല്ലെന്ന് വസന്ത അറിയിച്ചു. ഇതേ തുടർന്ന് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വസന്തയെ തട്ടിക്കൊണ്ടുപോയതായി കുടുംബാംഗങ്ങൾ പരാതിപ്പെടുന്നത്. വസന്ത മുസ്ലിം ലീഗിന്റെ അംഗമാണ്, പെരിങ്ങമല പഞ്ചായത്തിലെ മുസ്ലിം ലീഗിന്റെ അംഗമാണ്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വസന്തയെ രാജിവെക്കാൻ ലീഗ് നേതൃത്വം നിർദ്ദേശിച്ചത്. വസന്തയെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ഇടത് നേതാക്കളുടെയും പരാതി. പകരം മറ്റൊരാളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാക്കാൻ ലീഗ് നേതൃത്വം ശ്രമിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വസന്ത ലീഗുമായി സഹകരിക്കില്ലെന്നും ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്ന നിലപാടെടുത്തിരുന്നു. അതിനെ തുടർന്നാണ് അവരെ 5 ദിവസം മുമ്പ് തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ചതെന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവം ഇന്നലെ രാവിലെ വന്ന് 4 ആൾക്കാരുമായിട്ട് വന്ന് ഇവിടെ ടൂറിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പോയത്. അവർ ഇന്നലെ ഒരു 9 മണിയായപ്പോൾ പോയി ടൂറിന് പോയി. രാവിലെ ഇന്ന് 10 മണിക്ക് ഇവിടെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വോട്ട്. അങ്ങനെ വോട്ടിടാൻ ഇന്നലെ അവിടെ കൊണ്ടുപോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ഇന്ന് 10 മണിക്ക് വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് വോട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വോട്ട് ചെയ്താൽ പോരെ? നിങ്ങളുടെ അടുത്ത് പറയാതെയാണ് പോയാ? എന്നെ പറഞ്ഞ് ഇന്നലെ ടൂറിന് പോകണമെന്ന് പറഞ്ഞു. എന്നെയും വിളിച്ച്. ഞാൻ പറഞ്ഞില്ല. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് അവിടെ തട്ടിക്കൊണ്ട് പോകണതാണ്. ഇങ്ങനെ ഇവരെ അവിടെ കൊണ്ടുവന്ന് ഇവിടെ ശല്യപ്പെടുത്തി വോട്ടിടാൻ വേണ്ടി ഇതാണ് എന്ന് അറിഞ്ഞില്ല. ഇന്ന് രാവിലെ പഞ്ചായത്തിൽ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കുടുംബാംഗങ്ങൾ അവിടെ പ്രതിഷേധവുമായി എത്തി. പോലീസിലും കുടുംബം പരാതി നൽകി. തുടർന്ന് 11:30 മണിയോടുകൂടി വസന്ത തിരികെ എത്തി. 5 ദിവസമായി തന്നെ UDF നേതൃത്വം ലീഗ് നേതൃത്വം തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നുവെന്ന് വസന്തയും പരാതിപ്പെടുന്നു. എന്നാൽ ആരോപണങ്ങൾ UDF നേതൃത്വം നിഷേധിച്ചു. വസന്ത സ്വമേധയാ തങ്ങൾക്കൊപ്പം ടൂർ വന്നതാണെന്നാണ് അവരുടെ നിലപാട്. ഏതായാലും കുടുംബം കടുത്ത പ്രതിഷേധത്തിലാണ്. CPM വിഷയത്തിൽ വസന്തയ്ക്കൊപ്പം എത്തിയിട്ടുണ്ട്. വസന്തയെ സംരക്ഷിക്കുന്ന നിലപാടും CPM ഇടത് നേതൃത്വം അവിടെ സ്വീകരിക്കുന്നുണ്ട്. പെരിങ്ങമല പഞ്ചായത്ത് 8 പേരാണ്, 8 അംഗങ്ങളാണ് UDFിനുള്ളത്. 7 പേർ ഇടത് അംഗങ്ങളുമുണ്ട്, CPM CPI അംഗങ്ങളുമുണ്ട്. പക്ഷേ പഞ്ചായത്ത് ഭരണം പഞ്ചായത്ത് പ്രസിഡന്റ് CPMന്റെ അംഗമാണ്. ST അംഗം അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, SC അംഗം പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ CPMനവിടെ ആ രീതിയിൽ ഭരണമുണ്ട്. ഒരു അംഗത്തെ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വാഭാവികമായ വൈസ് പ്രസിഡന്റ് സ്ഥാനവും UDFന് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. വസന്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ തയ്യാറല്ല എന്നറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും മാറ്റിവെച്ചു. നാളെയാകും തെരഞ്ഞെടുപ്പ് നടക്കും. ഏതായാലും വസന്തയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ പോലീസ് അന്വേഷണവും വൈകാതെ ഉണ്ടാകും. തിരുവനന്തപുരം പെരിങ്ങമലയിലാണ് ഈ സംഭവം. അരുണാചൽ പ്രദേശിൽ കഴിഞ്ഞ ദിവസം മരിച്ച മലയാളികളുടെ മരണത്തിന് പിന്നിൽ ഡാർക്ക് നൈറ്റിന്റെ സ്വാധീനമാണെന്ന് പുതിയ വിവരം. ആത്മഹത്യ ചെയ്ത ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് വിചിത്രമായ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, എന്താണ് ഏറ്റവും പുതുതായിട്ട് പോലീസിന് കിട്ടുന്ന വിവരങ്ങൾ? ഇതിപ്പോൾ വിചിത്രമായ കാര്യങ്ങളാണല്ലോ ഈ മരണത്തെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെന്തിന് ഇങ്ങനെ ആത്മഹത്യ തെരഞ്ഞെടുത്തു എന്നതിനെക്കുറിച്ച്? മഞ്ജുഷ, ആര്യയുടെ ലാപ്ടോപ്പ് പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രേഖകൾ കിട്ടുന്നത്. മിതി എന്ന സാങ്കല്പിക കഥാപാത്രം അന്യഗ്രഹജീവി എന്ന നിലയ്ക്കാണ് മിതിയെ അവതരിപ്പിച്ചിട്ടുള്ളത്. മിതിയുമായി മറ്റൊരാൾ നടത്തുന്ന സംവാദം, ഈ സംവാദത്തിൻ്റെ PDF കോപ്പിയാണ്. 466 പേജുകളാണുള്ളത്. ഇതിൽ പറയുന്നത് ദിനോസറുകൾ അവരുടെ കാലം അവസാനിച്ചിട്ടില്ല, മറ്റൊരു ഗ്രഹത്തിലേക്ക് ദിനോസറുകളെ മാറ്റിയതാണ്. മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും ഉൾപ്പെടെ 90% ജീവിവർഗത്തെയും 2 ഗ്രഹങ്ങളിലായിട്ട് മാറ്റും. അതിനുള്ള നടപടികൾ ആ നിലയ്ക്കുള്ള
ഇത്തരത്തിലുള്ള മറ്റ് അന്യഗ്രഹത്തിലെ വാസം, ഈ കാര്യങ്ങളൊക്കെയും ഇതിനകത്ത് പറയുന്നു. വളരെ ശാസ്ത്രീയമെന്ന് തോന്നുന്ന തരത്തിലാണ് ഈ PDF കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. സ്പേസ് ഷട്ടിൽ അങ്ങനെയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഉൾക്കയിൽ നിന്നുള്ള ഇന്ധനം അതാണ് ഇതിൽ ഉപയോഗിക്കുക എന്ന കാര്യം പറയുന്നു. ഡാർക്ക് നെറ്റിലേക്ക് ഇവർ കടന്നു എന്നത് സ്ഥിരീകരിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. മൃതദേഹങ്ങൾ കണ്ടെടുത്ത മുറിയിൽ പാത്രത്തിൽ തലമുടികളും അതോടൊപ്പം തന്നെ പൊട്ടിയ വളയുടെ കഷ്ണങ്ങൾ, അത് കറുത്ത വളകളാണ്, അതെല്ലാം തന്നെ മന്ത്രവാദത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇവർ 2 പെൺകുട്ടികളും ധരിച്ചിരുന്ന വളകൾ, കറുത്ത കല്ലുവെച്ച വളകൾ, ഇതെല്ലാം തന്നെ ഇവർ ഇങ്ങനെ ഡാർക്ക് നെറ്റിൻ്റെ സ്വാധീനത്തിലേക്ക് പോയിരുന്നു. അതിൽ നവീനാണ് ആദ്യം ഈ നിലയിലേക്ക് പോയതും പിന്നീട് ഈ യുവതികളെ കൂടി അതിലേക്ക് എത്തിച്ചു എന്ന നിലയ്ക്കാണ്. മനഃശാസ്ത്രജ്ഞരും ഈ കാര്യത്തിൽ പല നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പോലീസ് അങ്ങനെയുള്ള ആളുകളുടെ സേവനം കൂടി ഈ കേസിൽ തേടുന്നുണ്ട്. ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ മുറിയടച്ചിരിക്കുന്ന നിലയിലായിരുന്നു. ബന്ധുക്കളോട് പോലും അധികം ഇടപഴകുന്ന രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ തരത്തിൽ ഡാർക്ക് നെറ്റിലേക്ക് പോയതെന്ന്. ഡാർക്ക് നെറ്റ് നമുക്കറിയാം, മയക്കുമരുന്നിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് കള്ളക്കടത്തുകൾ, അധോലോകം, എല്ലാവിധ രീതിയിലുള്ള മോശം പ്രവണതകൾ നടക്കുന്ന ഒരു നമുക്കൊരു സാങ്കേതിക ഇടം എന്ന് പറയാവുന്ന സ്ഥലമാണ്. അവിടേക്ക് ചെന്ന് വീഴുകയാണ്. പിന്നെ ഒരിക്കലും മോചിതരാകാൻ കഴിയാത്ത നിലയിലേക്ക് അവർ ആ വലയത്തിലേക്ക് പോകുന്നു. വിനോദ്, ഇവർ ബന്ധം പുലർത്തി വന്ന മറ്റു ഗ്രൂപ്പുകളെ കുറിച്ച് അങ്ങനെയുള്ള അന്വേഷണവും കൂടി പോലീസ് നടത്തുന്നില്ലേ? അതിനുവേണ്ടി കൂടിയാണല്ലോ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിച്ചിരിക്കുന്നത്. തീർച്ചയായും അരുണാചൽ പ്രദേശിൽ ഇവർ താമസിച്ച ഹോട്ടലും പ്രദേശവും, അവിടെ ഈ തരത്തിലുള്ള വിശ്വാസികളുണ്ട് എന്ന ചില സൂചനകളുണ്ട്. അരുണാചൽ പ്രദേശിലെ അന്വേഷണ സംഘവുമായി സഹകരിച്ചാണ് കേരള പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കന്റോൺമെന്റ് AC-യുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. 5 അംഗ സംഘമാണുള്ളത്. സൈബർ പോലീസിന്റെ സഹായം കൂടി ഇവർക്ക് ലഭിക്കും. അരുണാചൽ പ്രദേശ് പോലീസ് ഇതിനകം തന്നെ നിരവധി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ജീവിതം ഇതുവരെ സന്തോഷമായി ജീവിച്ചു, ഇത് അവസാനിപ്പിക്കുകയാണ്, മറ്റ് കടബാധ്യതകളോ മരണത്തിൽ മറ്റാരെങ്കിലും ഉത്തരവാദികളോ അല്ല എന്ന് എഴുതിയിട്ടുണ്ട്. 3 പേരുടെയും ഒപ്പുവെച്ചിട്ടുണ്ട്. ആ റൂമിൽ നിന്ന് കണ്ടെടുത്ത കാര്യങ്ങൾ, മൃതദേഹങ്ങൾ, അതായത് നവീൻ ദേവിയെയും അതോടൊപ്പം തന്നെ ആര്യയും കൊലപ്പെടുത്തുകയായിരുന്നു എന്നൊരു നിഗമനം കൂടിയുണ്ട്. മൂർച്ചയുള്ള ബ്ലേഡുകൾ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. വിചിത്രമായ രീതിയിൽ മുറിപ്പാടുകളാണ് ഉണ്ടായിരുന്നത്. ശരീരത്തിലെ രക്തം വാർന്നാണ് മൂവർക്കും മരണം സംഭവിച്ചത്. രക്തം കട്ടിപിടിക്കാതിരിക്കാനുള്ള മരുന്നുകൾ കൂടി ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന കാര്യവും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഡാർക്ക് നെറ്റിൻ്റെ സ്വാധീനം തന്നെയാണ് പ്രധാനമായും പറയുന്നത്. അവിടെ ഈ അന്ധവിശ്വാസം പോലുള്ള ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ തന്നെ നമുക്കറിയാം ബ്ലാക്ക് മാജിക്കും വലിയ തോതിൽ നടക്കുന്ന സ്ഥലമാണ്. പക്ഷേ കേരളത്തിലും ചിലയിടങ്ങളിൽ ഇങ്ങനെ ഉണ്ട്. ഈ സംഘങ്ങളുമായി ഇവർക്ക് ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇവർ സ്വന്തം നിലയ്ക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഗൂഗിളിലോ സെർച്ച് ചെയ്ത് മാത്രം അവിടേക്ക് എത്തുന്നതായിരുന്നോ, മറ്റാളുകൾക്ക് ഇതിൽ പങ്കുണ്ടോ, ഈ കാര്യം പോലീസ് കൃത്യമായി പരിശോധിച്ചു. ശരി വിനോദ്, എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഡാർക്ക് നെറ്റ് സ്വാധീനം കൂടി ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. മൂന്നാറിൽ വീണ്ടും പടയപ്പ. മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് നെറ്റിമേട് ഡിവിഷനിലാണ് പടയപ്പ വന്നത്. ക്ഷേത്രത്തിന് സമീപം എത്തിയ പടയപ്പ അല്പനേരം അവിടെ നിലയുറപ്പിച്ച ശേഷം കാട്ടിലേക്ക് മടങ്ങി. മാട്ടുപ്പെട്ടിയിൽ റോഡരികിലെ 2 കടകൾ ആക്രമിച്ച ശേഷമാണ് പടയപ്പ നെറ്റിമേടിൽ വന്നത്. കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. പ്രിൻസ്, കുറച്ച് വർഷങ്ങളായി പടയപ്പ സ്ഥിരമായി മാട്ടുപ്പെട്ടി ഭാഗത്തുള്ളതാണ്, പക്ഷേ വലിയ ശല്യക്കാരനായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പടയപ്പ ഉപദ്രവകാരിയായി മാറുന്ന കാഴ്ചയാണല്ലോ എല്ലാ ദിവസവും. മഞ്ജുഷ, തീർച്ചയായും മൂന്നാറിലെ മിക്ക മേഖലകളിലും പടയപ്പ സ്ഥിരമായി ഇറങ്ങുന്ന ഒരു സാഹചര്യം മുൻപ് തന്നെ ഉണ്ട്. മൂന്നാറിലും ദേവികുളത്തും മാട്ടുപ്പെട്ടിയിലുമൊക്കെ പലപ്പോഴും ആന ഇറങ്ങുന്ന കാഴ്ച ഉണ്ടായിരുന്നു. എന്നാൽ ആളുകൾക്ക് നേരെയൊക്കെയുള്ള ആക്രമണങ്ങൾ കുറവായിരുന്നു. ഏതാനും നാളുകളായി വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രത്യേകിച്ചും വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. അത് വലിയ ആളുകളുടെ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും പടയപ്പയെ നിരീക്ഷിക്കുന്നതിനുള്ള RRT ടീം ഇപ്പോഴും മേഖലയിൽ ഉണ്ട്. അവർ കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ ജനങ്ങൾക്ക് നൽകുന്നുണ്ടെന്നാണ് വിവരം. ഒപ്പം ചിന്നക്കനാൽ മേഖലയിലെ കാട്ടാനക്കൂട്ടത്തെ നിരീക്ഷിക്കാനും പ്രത്യേക സ്പെഷ്യൽ RRT ടീം ഇവിടെ സജ്ജമായിട്ടുണ്ട്. അവരും ജനങ്ങൾക്ക് പ്രദേശവാസികൾക്കൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്. ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ആശ്വാസകരമാണ്. കൃത്യമായ ഇടപെടലുകൾ ഈ സമയങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്നു എന്ന് തന്നെ വനംവകുപ്പ് നൽകുന്നു എന്ന് തന്നെ വലിയ ഒരു ആശ്വാസമാകുന്നു. പ്രത്യേകിച്ചും ചിന്നക്കനാലിലും ദേവികുളത്തും മാട്ടുപ്പെട്ടിയിലുമൊക്കെ ആളുകൾക്ക് പടയപ്പയുടെയും ഒപ്പം ചക്കക്കൊമ്പന്റെയും മുട്ടവാലിന്റെയും ഒക്കെ സാന്നിധ്യം അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ മുൻകരുതലുകളൊക്കെ എടുക്കാനും സാധിക്കുന്നുണ്ട്. മഞ്ജുഷ്, ശരി പ്രിൻസ്. SDPI സംസ്ഥാന സെക്രട്ടറി KS ഷാന്റെ വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി തള്ളിക്കളഞ്ഞു. RSS BJP പ്രവർത്തകരായ 11 പേരാണ് കേസിലെ പ്രതികൾ.
കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ശരണ്യ സ്നേഹജൻ ചേരുകയാണ്. ശരണ്യ, എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനെയൊരു നിലപാടിലേക്ക് പോയത്? എന്താണ് കോടതി പറഞ്ഞത്? മഞ്ജുഷ, ഷാൻ വധക്കേസിലെ 11 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയാണ് ഇന്ന് ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയത്. ഈ കേസിനകത്ത് പ്രതികൾ 11 പേരും ജാമ്യത്തിലാണ്. ഇവരെല്ലാവരും തന്നെ RSS BJP പ്രവർത്തകരാണ്. ഈ സംഭവം നടന്നതിന് ശേഷം ഇതിന്റെ കുറ്റപത്രം, അതായത് 90 ദിവസത്തിൽ തന്നെ ഷാന്റെയും, ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകങ്ങളായിരുന്നു ഷാൻ വധക്കേസും രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസും. ഷാൻ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് 90 ദിവസത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിച്ച അന്വേഷണ ഉദ്യോഗസ്ഥൻ അത് സമർപ്പിക്കാൻ യോഗ്യനല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദ്യം ഷാൻ വധക്കേസിൽ പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. ആ കേസ് കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതായത് കുറ്റപത്രം സ്വീകരിച്ചുകൊണ്ട് അത് തള്ളിയിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ പ്രതികളുടെ ജാമ്യാപേക്ഷ അത് റദ്ദാക്കണമെന്ന ആവശ്യവും കൂടി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. അതേസമയം, അതായത് ഒരേ സമയം നടന്ന 2021 ഡിസംബർ 18-നാണ് ഷാനും പിറ്റേ ദിവസം പുലർച്ചെ രഞ്ജിത് ശ്രീനിവാസനും കൊല ചെയ്യപ്പെടുന്നത്. രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ പ്രതികളുടെ വാദമടക്കം പ്രതിഭാഗം വാദങ്ങളും എല്ലാം പൂർത്തിയായി. അതിൽ കോടതി വിധി പറയുകയും പ്രതികൾ എല്ലാവരും തന്നെ കുറ്റക്കാരാണെന്നും കൊലക്കുറ്റം വിധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിനകത്ത് ഇപ്പോഴും പ്രാഥമികമായി ഒരു മറ്റ് അതായത് കേസിൽ വാദം കേൾക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടി അടുത്ത 22-നേക്ക് കേസ് മാറ്റിയിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ കേസിൽ മുന്നോട്ട് പോകുന്നതിൽ വരുന്ന പാളിച്ചകൾ ചൂണ്ടിക്കാട്ടി അത് വലിയ വിവാദങ്ങൾക്ക് ഇടയാവുകയും ചെയ്തിരുന്നു. കാരണം രഞ്ജിത്ത് കേസ് പൂർണ്ണമായും വിധി പ്രസ്താവത്തിലടക്കം എത്തുമ്പോൾ ഷാൻ കേസ് എങ്ങും എത്താതെ നിൽക്കുന്നു എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ RSS പ്രവർത്തകരായ പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നുള്ള പ്രോസിക്യൂഷൻ വാദം കൂടി കോടതി തള്ളിയിരിക്കുന്നത്. ശരി ശരണ്യ, ഷാൻ വധക്കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ കഴിയില്ലെന്ന് കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു അപകട വാർത്തയിലേക്കാണ്. നെയ്യാറ്റിൻകരയിൽ KSRTC ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. ചെറിയകൊണ്ണി സ്വദേശി ശ്രീജയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകും അരുൺ നെയ്യാറ്റിൻകരയിൽ നിന്ന്. അരുൺ, എന്തായിരുന്നു ഈ സംഭവം? എങ്ങനെയായിരുന്നു അപകടം? 1 മണിയോടുകൂടിയായിരുന്നു ഈ ഒരു ദാരുണമായ ഒരു അന്ത്യം ഉണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ചെറിയൂരിലെ സ്വദേശി ഇപ്പോൾ കൂളശ്ശേരി താമസിക്കുന്ന ശ്രീജ സഞ്ചരിച്ച വാഹനമാണ് KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽപ്പെടുകയും തുടർന്ന് ശ്രീജ മരണത്തിന് കീഴുകയും ചെയ്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പെട്രോൾ ബങ്ക്, നെയ്യാറ്റിങ്കര പെട്രോൾ ബങ്കിന് സമീപത്ത് വെച്ച് നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് വരികയായിരുന്ന KSRTC ബസ്സിന് എതിരെ വരികയായിരുന്ന ശ്രീജയുടെ വാഹനത്തിലേക്ക് തട്ടുകയായിരുന്നു. തുടർന്ന് തന്നെ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുകയും തുടർന്ന് ബസ്സിന്റെ വീല് കയറി തക്ഷണം ശ്രീജ മരിക്കുകയായിരുന്നു. ഇപ്പോൾ ശ്രീജയുടെ മൃതദേഹം നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി അരുൺ, നെയ്യാറ്റിൻകരയിലാണ് ഈ ദാരുണമായ അപകടം നടന്നത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റിന് ഗ്രാമിന് 6415 രൂപ, പവന് 51,320 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5360 രൂപ, പവന് 47,880 രൂപ. വെള്ളി ഗ്രാമിന് 84, കിലോയ്ക്ക് 84,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇടവേളയ്ക്ക് ശേഷം സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും. പറഞ്ഞിട്ടില്ല